welcome back to our English class. Yes, മറ്റൊരു അടിപൊളി ലൈവുമായിട്ട് അൻഗ്രാമസ് വീണ്ടും വന്നിരിക്കുകയാണ്. യെസ്, അപ്പോൾ എല്ലാവരും ഇതാ ജോയിൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ സ്ട്രീം ആകുന്നത് വരെ എന്താണ് നിങ്ങളുടെ ചാറ്റ് ഇങ്ങനെ വായിക്കായിരുന്നു. ഹലോ മിസ് ഉണ്ട്, ഗുഡ് ഈവനിങ് ഉണ്ട്, വിഷിംഗ് ഉണ്ട്, സുഖവിവരം നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച് ഇവർ ആരോടായിരിക്കും സുഖവിവരം ചോദിക്കുന്നത്, എന്നോടായിരിക്കോ അല്ലെങ്കിൽ ഇവർ എന്താണ് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഫ്രണ്ട്സിനോടായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ അതിശയിച്ച് നോക്കി നിൽക്കുകയാണ്. Anyway, really happy to see you all. എല്ലാവരും വീണ്ടും കണ്ടതിൽ എന്താണ് സന്തോഷം. ഓക്കെ, സോ നമ്മൾ USSന്റെ വീഡിയോസും അതേപോലെ മറ്റുള്ള വീഡിയോസും നമ്മുടെ ചാപ്റ്റേഴ്സും എന്താണ് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോം ഏതാണ്? സംബഡീസ് മദർ എന്ന് പറയുന്ന പോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? എവിടെയെങ്കിലും എന്താണ് പറയൂ, റെഡിയാണോ? യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. എല്ലാം റെഡിയാണോ? ഞാൻ കുറെ ഗുഡ് ഈവനിങ് പറഞ്ഞു, ഇനി എനിക്ക് ഗുഡ് ഈവനിങ് വേണ്ട, എനിക്ക് റെഡി ആണോ? യെസ് ഓർ നോ, ദാറ്റ് ഓൺലി വാണ്ട് ടു നോ. യെസ് ഓർ നോ, ദാറ്റ് ഓൺലി വാണ്ട് ടു നോ. യെസ് ഓർ നോ. വേർ ഇസ് ദ ടീച്ചർ? നോ. ഈ വെണ്ടക്ക അക്ഷരത്തിൽ ഇവിടെ വന്ന് വെള്ള കുപ്പായം ഇട്ട് ഒന്ന് കുപ്പായത്തിന്റെ കളർ മാറിയപ്പോഴേക്കും ഒന്ന് കോട്ടില്ലായപ്പോഴൊക്കെ എന്നെ മനസ്സിലായോ, എന്റെ മുഖം മറന്നില്ലേ? ഓ മൈ ഗോഡ്, എന്തോന്നാണ് ആ ജാക്കറ്റ് ഇട്ട് വന്നാൽ മതിയായിരുന്നു. എനിവേ, ഓക്കെ, ഇവിടെ നോക്കും മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന പോം എന്ന് പറയുന്നത് സംബഡീസ് മദർ ആണ് അല്ലേ. ഈ ടൈറ്റിൽ തന്നെ നമുക്ക് എന്താ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോഴും മദേഴ്സിനെ കുറിച്ച്, അമ്മമാരെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പല കവിതകളും പല കഥകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷെ നമുക്ക് സംബഡീസ് മദർ എന്ന് പറഞ്ഞിട്ട് എന്താണ് ആദ്യമായിട്ടാണ് ഒരു ടൈറ്റിൽ അല്ലേ. സംബഡീസ് ആരുടെയൊക്കെയോ അമ്മ, സംബഡീസ് മദർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ടൈറ്റിലാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരുടെയൊക്കെയോ അമ്മയാണ്. അപ്പൊ എന്തായിരിക്കും നമ്മളോട് ഈ പോം എഴുതിയ, ഈ കവിത എഴുതിയ നമ്മുടെ പോയിന്റ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആ കാര്യം അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ തീം എന്താണോ നമ്മുടെ പോയിന്റിൽ നമ്മളോട് പറയാനുള്ളത്, ഈ ഒരു ടൈറ്റിൽ ആരുടെയൊക്കെയോ അമ്മ, സംബഡീസ് മദർ എന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ദാറ്റ് വി വാണ്ട് ടു ലേൺ ഫസ്റ്റ്. ഓക്കെ, അതാണ് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സെറ്റാണോ? 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 എല്ലാവരും സെറ്റാണോ? യെസ് 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 എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആ അതെ അതെ അതെ, മനസ്സിലായി മനസ്സിലായി. നമ്മളെ ഒന്നും ഇപ്പൊ വേണ്ടാലോ. നമ്മളൊന്ന് ആ ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടാക്കിയപ്പോഴേക്കും നമ്മളെ മുഖം ചോദിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചോ, അതും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കാണുന്ന അക്കൗണ്ടിൽ നിന്നും. എനിവേ, ലീവ് ദാറ്റ്, അത് വിടാം നമുക്ക്. ഇവിടെ നോക്കൂ, ഈ ഒരു സ്ലൈഡ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വാക്കും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഇതിന്റെ തീം നോക്കൂ. Theme of this poem is that we should always be unselfish and help others. This is the theme. Okay, എന്താ ഇതിന്റെ തീം പറയുന്നത്? ആക്ച്വലി we should always be unselfish and help people എന്നാ പറയുന്നത്. help others. we should be always unselfish. selfish എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥത. so of course unselfish എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്വാർത്ഥമായിരിക്കുക. നമ്മൾ ഒരിക്കലും സ്വാർത്ഥത കാണിക്കാതിരിക്കുക, നമ്മൾ സെൽഫിഷ് ആകാതിരിക്കുക. അതേപോലെ തന്നെ help others, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മുന്നിൽ വരുന്ന ആവശ്യമുള്ളവരെ, നമ്മുടെ മുന്നിൽ വരുന്ന സഹായം ആവശ്യമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സഹായിക്കാം. The main feature of this poem is to have compassion and kindness for others like the young boy had for the old women. The main feature of this poem, ഈ പോയത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദ കമ്പാഷൻ ആൻഡ് എന്താണ്? കൈൻഡ്നെസ് അല്ലേ. എന്താണ്? മറ്റുള്ളവരോട് നമുക്കുള്ള ആത്മാർത്ഥത, സ്നേഹം, ബഹുമാനം, സഹായിക്കാനുള്ള മനസ്സ്, ദയ, കാരുണ്യം. ആര് കാണിച്ചതുപോലെ നമ്മുടെ ഈ പോയത്തിൽ എന്തുണ്ട്? നിങ്ങളെപ്പോലെ ചുറുചുറുക്കുള്ള, നല്ല സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ഭയങ്കര സ്റ്റൈലിഷ്, യങ് ചിൽ, എന്താണ് നമ്മുടെ കൊറിയൻ, നമ്മുടെ BTS ആർമി പോലെ ഒരു പയ്യൻ വരുന്നുണ്ട്. അവരെ പോലെ വളരെ കൈൻഡ്നെസ് ആയിരിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ ദയ കാണിക്കുന്ന, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന നമ്മുടെ ബോയ് പോലെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ സാറേ? മനസ്സിലായോ? Yes, okay. നോക്കൂ ഇവിടെ, it leaves the reader with a thought-provoking message. Now what is saying here? It leaves the reader. അപ്പൊ നമ്മൾ ഈ പോയം വായിച്ചു കഴിഞ്ഞാൽ, ഈ പോയം വായിക്കുന്ന റീഡർ ആരാണോ വായിക്കുന്നത്, അയാൾ ഏത് അവസ്ഥയിലാക്കിയിട്ടാണ് ഈ പോയം എന്ത് ചെയ്യാ, വിടാം. നമ്മളിങ്ങനെ കാര്യമായിട്ട് പോയം വായിച്ചു കഴിഞ്ഞാൽ റീഡർക്ക് എന്ത് തോന്നും?
with a feeling, നോക്കൂ ഇവിടെ thought provoking message and a good feeling in the heart to help who are in need. മറ്റുള്ളവരെ ശരിക്കും സഹായിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പോയം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരാളെ സഹായിക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത വരും എന്നാണ് ആര് പറയുന്നത്? നമ്മളോട് ഈ പോയത്തെ കുറിച്ച് നമ്മുടെ റൈറ്റർ, നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ്? we should love others and also we should help others, lending hand. okay, lending hand എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി കൈ നീട്ട, lending hand. okay, അതാണ് ആക്ച്വലി ഈ പോയത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ ആണോ? മനസ്സിലായോ സാറേ? ഒരാൾ ഇവിടുത്തെ മനസ്സിലായി എന്ത് ചെയ്തിട്ടുണ്ട്? നീട്ടി അങ്ങിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, നമ്മളെ പോയത്തിന്റെ മുന്നിൽ എന്തുണ്ട്? നമുക്ക് എല്ലാ ചാപ്റ്ററിന് മുന്നിൽ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെ? ഇവിടെ നോക്കൂ നിങ്ങൾ, റീഡ് ആൻഡ് എൻജോയ്. എന്താ ഇവിടെ പറയുന്നത്? വി ലവ് പാരന്റ്സ് വെരി മച്ച്, ഡോണ്ട് വി? വി ഓൾ ലവ് അവർ പാരന്റ്സ് അല്ലെ? നമ്മളെല്ലാവർക്കും നമ്മുടെ പാരന്റ്സിന് ഇഷ്ടമാണ്. ഡു വി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്, സോറി ഡോണ്ട് വി, ഇഷ്ടമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ഡു യു ഓൾ ലവ് യുവർ പാരന്റ്സ്? പറയൂ, മറുപടി വരട്ടെ ഇവിടെ. ഡു യു ലവ് യുവർ പാരന്റ്സ്? ആരും ഇഷ്ടമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും മുന്നെയൊന്നും? യെസ്, ഇഷ്ടമാണ് അല്ലേ? യെസ് 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 മിസ് എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഓഫ് കോഴ്സ് വി ലവ് അവർ പാരന്റ്സ് അല്ലേ? നോക്കൂ, ഇറ്റ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി ടു ലവ് ഓൾ മദേഴ്സ്. അവിടെ അടുത്ത് ചോദിക്കുന്നു, നോക്കൂ, ഈസ് ഇറ്റ് നോട്ട് അവർ ഡ്യൂട്ടി? ഈസ് ഇറ്റ് നോട്ട് അവർ ഡ്യൂട്ടി? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ടു ലവ് ഓൾ മദേഴ്സ് എന്നാ ചോദിക്കുന്നത്. നമ്മുടെ അമ്മമാരെ പോലെ, നമ്മുടെ അച്ഛന്മാരെ പോലെ, നമ്മുടെ കുടുംബത്തെ പോലെ മറ്റുള്ള കുടുംബത്തെയും മറ്റുള്ള അച്ഛനെയും മറ്റുള്ള അമ്മമാരെയും അതേപോലെ സ്നേഹിക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എന്നാണ് ചോദിക്കുന്നത്. Here is a poem which tells us about a boy's kindness and care for an old woman. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു അമ്മയോട് ഒരു ചെറിയ കുഞ്ഞു പയ്യൻ കാണിക്കുന്ന ദയ, അതേപോലെ സ്നേഹം, ബഹുമാനം, അവരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കവിതയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളെ അമ്മമാരെ മാത്രം സ്നേഹിച്ച് നമ്മൾ ഒതുങ്ങി പോകുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അതല്ല, നമ്മൾ മറ്റുള്ള അമ്മമാരെയും നമ്മൾ എന്താണ് നമ്മുടെ അമ്മ പോലെ കണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇവിടെ സിമ്പിൾ പോയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇവിടെ ആരാളുള്ളത്? മേരി ഡോബ്രെയിൻ അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഈ കവിതകളും പഠിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എന്ത് വേണം? നമ്മൾ റൈറ്റേഴ്സിനെ കുറിച്ച്, നമ്മൾ എഴുത്തുകാരെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും പഠിക്കണം അല്ലേ? യെസ്, നമ്മൾ പഠിക്കണ്ടേ? യെസ്, we should learn that അല്ലേ? നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ എഴുത്തുകാരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പഠിക്കണം അല്ലേ? നോക്കൂ, ഇവിടുത്തെ റൈറ്റർ ആരാണ്? ആക്ച്വലി ഇറ്റ് ഇസ് മേരി ഡോബ്രെയിൻ അല്ലേ? മേരി ഡോബ്രെയിൻ ആണ്. അവർ നോക്കൂ, ആക്ച്വലി ഷി വാസ് എൻ അമേരിക്കൻ റൈറ്റർ. അവരൊരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. ദിസ് പോം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ ദ ബെസ്റ്റ് ലോട്ട് പോംസ് ഓഫ് ദ അമേരിക്കൻ പീപ്പിൾ. അമേരിക്കൻ ജനതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളിൽ അവരുടെ ഒരു കളക്ഷൻ ഉണ്ട്. ആ കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു പോയമാണ് ഏത്? സംബഡീസ് മദർ എന്ന് പറയുന്ന ഈ പോം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് 2 ലൈൻസ് അല്ലെ? എന്താണ് നമുക്ക് നോക്കാം ഈ പോയത്തിൽ നമ്മളോട് പറയുന്നത്. ഇവിടെ നോക്കൂ, ആരാണ് എന്നെ ഇവിടെ ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഇമോജി ലൈവിൽ വരുമ്പോഴാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പലവിധ ഇമോജി കാണാം. ഞാൻ ഇതുവരെ കാണാത്ത ഇമോജീസ് ഒക്കെ ലൈവിൽ നിന്നാണ് കണ്ടുപഠിക്കല്. എനിക്കാണെങ്കിൽ ഇതിനൊന്നും അർത്ഥമായിട്ട് മനസ്സിലാവൂല. ഇതെന്താണ് ഈ പ്രേതം പോലെ, ഹാലോവിൻ പോലുള്ളത് എന്ന് എനിക്ക് ആക്ച്വലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഓക്കെ, നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ മക്കളെ, നോക്കണേ. The woman was old and ragged and grey and bent with the chill of the winter day. The street was wet with the recent snow and the women's feet were aged and slow. So നമുക്ക് ഇവിടെ മനസ്സിലായി, ഈ ഒരു സ്റ്റാൻസ് വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്താണ്. Here we are talking about a woman. ഒരു വിമനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എന്താണ്? ഭയങ്കര തണുപ്പ് നിറങ്ങിയിട്ടുള്ള എന്താണ് ഒരു സമയമാണ് അല്ലെ? ഭയങ്കര തണുപ്പാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നമ്മളിത് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ പിക്ചർ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന തന്നെ നാടൻ പിക്ചർ ആണെങ്കിലും ദ പോം ആക്ച്വലി ഇറ്റ് ഈസ് റിട്ടൺ ബൈ എൻ അമേരിക്കൻ റൈറ്റർ. ഒരു അമേരിക്കക്കാരിയാണ് ഇത് എഴുതിയത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ കാലാവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ കാണണം. ഓക്കെ, നോക്കൂ, ദ വിമൻ വാസ് ഓൾഡ് അല്ലേ? വളരെ പ്രായമുള്ളൊരു സ്ത്രീ ആയിരുന്നു. ആൻഡ് റാഗ്ഡ് ആൻഡ് ഗ്രേ. റാഗ്ഡ് പറഞ്ഞാൽ എന്താ? ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്. അവരാകെ എന്താണ്? ആ പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ ക്ഷീണവും ഉള്ള ഒരു സ്ത്രീയാണ്. ഓക്കെ, ആൻഡ് ഗ്രേ, മുടിയൊക്കെ ഫുൾ എന്താണ്? നിരച്ചിട്ടുണ്ട് അല്ലേ? ആൻഡ് ബെൻ വിത്ത് ദ ചിൽ ഓഫ് ദ വിന്റേഴ്സ് ഡേ. അതേപോലെ അവരെന്താണ്? ഷീസ് വെരി 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 ഓൾഡ് ആൻഡ് ഷീസ് വെരി തിൻ പേഴ്സൺ അല്ലേ? അപ്പോൾ അവിടെ ഒന്ന് ഭയങ്കര എന്താണ്? ആ ഒരു വിന്റർ ടൈം ആണ്. വിന്റർ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഫുൾ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് അല്ലേ? മുഴുവൻ എന്താ? ആക്ച്വലി മുഴുവൻ തണുപ്പാണ്
അവിടെ. ആ തണുപ്പുള്ള സമയത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ തണുപ്പെന്ന് പോകുന്ന സമയത്ത് നമ്മളൊക്കെ മാക്സിമം എന്ത് ചെയ്യും, ചുരുണ്ടുകൂടും അല്ലേ. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെ ബ്ലാങ്കറ്റിലുള്ള ഫുൾ എന്തൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി ബെൻഡായിട്ടായിരിക്കും നമ്മൾ നിൽക്കുക. അതേപോലെ തന്നെ അപ്പൊ ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്താണ് പുറത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ ബോഡിക്ക് എന്തുണ്ടാവില്ല, അത് എന്താണ് അതിന് സ്വീകരിക്കും, അല്ലെങ്കിൽ ആ ഒരു വിന്ററിന്റെ തണുപ്പിനോട് കോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ആ തണുപ്പുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, മടങ്ങുന്നത് പോലെ ആയിട്ടുണ്ടെങ്കിൽ മടങ്ങിയാണ് അവർ നിൽക്കുന്നത്. The street was wet with the recent snow. What was the reason? Actually നമ്മുടെ കാലുകൂടാണ് പെട്ടെന്ന് എന്ത് ചെയ്യാ തണുപ്പ് കയറല്ലേ. So the road it was എന്താണ് covered with snow. അവിടെ കുറച്ച് മുൻപ് എന്തുണ്ടായിരുന്നു, മുഴുവൻ മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയ റീസൺ സ്നോ എന്നാ പറയുന്നത്. അപ്പൊ ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം മുൻപ് വരെ ഫുള്ള് മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. And the women's feet were aged and slow, and she was an old woman, she was an aged woman, so she could not walk എന്താണ് fast. അവർക്ക് എന്ത് പറ്റുന്നില്ല, പെട്ടെന്ന് നടക്കാൻ പറ്റുന്നില്ല. So she walked very slowly. അപ്പൊ ഈ മഞ്ഞിക്കൂടും ഈ തണുപ്പ് കൂടെയൊക്കെ ആ ബൂട്ടൊക്കെ ഇട്ടിട്ട് എന്താണ് നടക്കണമെങ്കിൽ എന്തുണ്ട്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്ര പ്രായമുള്ള, വളരെ പ്രായമുള്ള, മുടിയൊക്കെ നിറച്ച ക്ഷീണിച്ച ഒരു സ്ത്രീ എവിടെ നിൽക്കാണ്, ഒരു റോഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കാണ് അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്, കുറച്ച് സമയം മുൻപ് വരെ എന്തുണ്ട്, നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട്. ആ മഞ്ഞൊക്കെ വീണ ആ തണുപ്പത്താണ് ആര് നിൽക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ അമ്മുമ്മ, ഈ മുത്തശ്ശി അവിടെ നിൽക്കുന്നത്. ഈ മുത്തശ്ശി നിൽക്കുന്ന സമയത്ത് അവർക്ക് തണുത്തിട്ട് എന്ത് ചെയ്യണം, അവരിങ്ങനെ ബെൻഡായി പോയിട്ടുണ്ട് അല്ലേ. Now she stood at the crossing and waited long, alone, uncared for, amid the throng. എന്താ ഇവിടെ പറയുന്നേ, she stood at the crossing and waited long. She stood at the crossing. അവരെന്താണ് ആ സീബ്ര ലൈനിലെ, അവരെന്ത് ചെയ്യാണ്, സീബ്ര ലൈനിൽ അവർ കുറേ നേരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. Now and waited long. ഒരുപാട് സമയമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ കുറേ സമയത്ത് സീബ്ര ക്രോസിംഗിന് അവിടെ എന്ത് ചെയ്യണം, അവരിങ്ങനെ നിൽക്കുകയാണ്. Alone. നോക്കൂ ഇവിടെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് പറയുന്നത്, alone. She doesn't have any friends, she doesn't have any other brothers, she doesn't have her sisters. അവരുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഫ്രണ്ട്സോ ആരുമില്ല അവരെ കൂടെ, മുത്തശ്ശിന്റെ കൂടെ. അവർ ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്, ആ പറയുന്ന ക്രോസിംഗ് റോഡിൽ അവർ നിൽക്കുന്നത്. uncared for, amid and throng. amid എന്ന് പറഞ്ഞാൽ എന്താ, അവർ ചുറ്റുപാടും എന്തുണ്ട്, ത്രോങ് എന്ന് പറഞ്ഞ ഇവിടെ നിങ്ങൾ കണ്ടോ, ജനക്കൂട്ടം എന്നാണ്. അപ്പൊ ആ വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര എന്താണ്, സിറ്റി റോഡാണ്, തിരക്കുള്ള സമയമാണ്. അപ്പൊ ആ വലിയ ജനങ്ങൾ കൂട്ടത്തിനിടയിൽ ഈ പറയുന്ന ക്രോസിംഗിന്റെ അവിടെ, ഈ പറയുന്ന ക്രോസിംഗ് ലൈറ്റ് അവിടെ, ഷി വാസ് സ്റ്റാൻഡിങ് alone and uncared for. അവരെ കെയർ ചെയ്യാൻ എന്തില്ല, അവിടെ ആരുമില്ല. ഓക്കെ, അവിടെ അവരെ കെയർ ചെയ്യാനും ആ റോഡിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനും അവരോട് സംസാരിക്കാനും അവരൊന്ന് മുറിച്ച് കിടക്കാനും ആരില്ല. എവറിബഡി വാസ് ബിസി ഡേ. അവരെല്ലാവരും എന്താണ്, അവരുടെ കാര്യങ്ങളായിട്ട് ഓരോ ആളുകളും ബിസി ആയിരുന്നു. സോ ഷി വാസ് സ്റ്റാൻഡിങ് അലോൺ. ഇവിടെ ശരിക്കും പറയുക അലോൺ എന്നുള്ള ഈ ഒരു വാക്കിന് ഒരുപാട് അർത്ഥം കേട്ടോ. ഷി വാസ് അലോൺ. ഓക്കെ, of human beings who passed her by, nor heeded the glance of her anxious eye. ഇവിടെ എന്താ പറയുന്നേ, അവർ ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള, അവരെടുത്ത് കൂടെ സഞ്ചരിച്ചു പോയ, അവരെടുത്ത് കൂടെ നടന്നിട്ട് പോയ, വണ്ടിയിൽ പോയതും നടന്നു പോയതും ആരും ഒരാൾ എന്താണ്, നമ്മൾ ഈ പറയുന്ന മുത്തശ്ശിയുടെ കണ്ണിലുള്ള ആങ്സൈറ്റി, അവിടെ കണ്ണിലുള്ള ആങ്സൈറ്റി എന്ത് ചെയ്തിട്ടില്ല, ആരും കാണുന്നില്ല. അതായത് അവരാ നിൽക്കുന്ന സമയത്ത്, ആ മുത്തശ്ശി അവിടെ നിൽക്കുന്ന സമയത്ത് she was scared, she was tensed, she wanted to cross the road. അവർക്ക് ആ റോഡ് മുറിച്ച് കടക്കണം. പക്ഷേ she was alone, nobody was there to help her. അവരെ സഹായിക്കാൻ അവിടെ ആരുമില്ല. അപ്പോൾ അവർക്ക് ചുറ്റുപാട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരക്ക് പിടിച്ച് നടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ പോകുന്നതിൽ ആരും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഒരു മുത്തശ്ശീനെ നോക്കാനോ അവരെ കണ്ണുള്ള ആ ഒരു എന്താ പറയുക, ഒരു വ്യാകുലത, റൈറ്റ്, ആങ്സൈറ്റി, ആ ആകാംക്ഷ, ഈ റോഡ് മുറിച്ച് കടക്കാനെന്നുള്ള ആ ഒരു ആകാംക്ഷ, അത് ആർക്കും നോക്കാൻ നേരില്ല. എവ്രിബഡി വാസ് ബിസി വിത്ത് ദെയർ ഓൺ തിങ്സ്. എല്ലാവരും അവനും എൻ്റെ കാര്യമായിട്ട് എന്താണ്, എല്ലാവരും തിരക്കായി പോയി. Now down the street with laughter and shout, glad in the freedom of school let out, came the boys like a flock of sheep, hailing the snow piled white and deep. അടിപൊളിയായിട്ട് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭയങ്കര ഒച്ചപ്പാട് ബഹളങ്ങളിലെ, ഭയങ്കര ഷൗട്ടിംഗ് ഉണ്ട്, ഭയങ്കര ബഹളുണ്ട്, ഭയങ്കര ചിരി കളി, ഇതൊക്കെ കേൾക്കാണ്. എന്താ സംഭവം? ആക്ച്വലി എന്താണ്, ഡൗൺ ദ സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിന്റെ ആ വരിയുടെ അല്ലെങ്കിൽ ആ തെരുവിന്റെ അല്ലെങ്കിൽ ആ റോഡിന്റെ അറ്റത്ത്, വിത്ത് laughter and shout,
ഉറക്കെ ചിരിക്കുന്നുണ്ട്, ഉറക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഗ്ലാഡ് ഇൻ ദ ഫ്രീഡം, ഗ്ലാഡ് എന്ന് പറഞ്ഞ എന്താ, ഹാപ്പിനെസ് അല്ലെ. ഗ്ലാഡ് ഇൻ ദ ഫ്രീഡം, എന്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, ആർക്കാ കിട്ടിയത്? അപ്പൊ സ്കൂള് ഈവനിങ്ങിൽ വിട്ട സമയത്ത് സന്തോഷത്തിൽ, നമുക്കറിയാം സ്കൂള് വിട്ടാൽ ആ മക്കൾ എറിഞ്ഞ് ഓടുന്നൊരു ഓട്ടം അല്ലേ, അതൊരു പ്രത്യേക ഓട്ടം തന്നെയാണ്. അത് ഏത് കാലം പുരോഗമിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ഈവനിങ് സ്കൂൾ വിട്ടാലും മക്കളുടെ മുഖത്തുള്ള സന്തോഷം ദാറ്റ് ഈസ് എന്താണ്, സംതിങ് എന്താണ്, ബ്യൂട്ടിഫുൾ അല്ലേ, ബ്യൂട്ടിഫുൾ തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അതേപോലെ തന്നെയാണ്. സന്തോഷത്തിൽ സ്കൂള് വൈകുന്നേരം വിട്ട സന്തോഷത്തിൽ ഓടി വരുന്നുണ്ട് ആട്ടിൻ കൂട്ടങ്ങളെ പോലെ എന്നാ പറയുന്നത്. നോക്കൂ, ഇവിടെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാ പറയുന്ന കളക്റ്റീവ് നൗൺ. ആട്ടിൻ കൂട്ടങ്ങളെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. ഹെയിലിംഗ് ദി സ്നോ പൈൽ വൈറ്റ് ആൻഡ് ഡീപ് അല്ലെ, മഞ്ഞൊക്കെ എന്താണ്, മഞ്ഞൊക്കെ തെറിപ്പിച്ച് എന്താണ്, സ്നോ മഞ്ഞ്, റോഡിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്ന മഞ്ഞോ ഐസ് കട്ടെ തണുപ്പ് ഒന്നും വിഷയമല്ല. സ്കൂള് വിട്ട് അതാണ് വിഷയം. സ്കൂള് വിട്ട് ആ സന്തോഷത്തിൽ മഞ്ഞൊക്കെ തെറിപ്പിച്ച് കാലോട് ചവിട്ടി തെറിപ്പിച്ച് എങ്ങ് വരുന്നുണ്ട്, അവര് വരുന്നുണ്ട്. എങ്ങോട്ടേക്കാ വരുന്നേ? നോക്കൂ ഇവിടെ, past the women so old and grey, hastened the children on their way, nor offered a helping hand to her, so meek, so timid, afraid to stare. എന്താ ഇവിടെ പറയുന്നത്? past the women so old and grey. അപ്പൊ ഈ പറയുന്ന എല്ലാ മക്കളും ഇവരൊക്കെ എന്താണ്, ഇതാ ചിരിയും കാര്യം ബഹളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരാരും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ റോഡ് കടക്കാൻ നിൽക്കുന്ന നമ്മുടെ മുത്തശ്ശീനെ നോക്കുന്നില്ല. ഇവർ ചിരിക്കുന്നുണ്ട്, ഇവർ കളിക്കുന്നുണ്ട്, ഇവർ തగ్గടിക്കുന്നുണ്ട്, ഇവർ മിഠായി തിന്നുന്നുണ്ട്, ചോക്ലേറ്റ് തിന്നുന്നുണ്ട്, കോലുമിഠായി തിന്നുന്നുണ്ട്, കാൻഡി ഒക്കെ തിന്നുന്നുണ്ടാകാം, റൈറ്റ്? ഓക്കെ. പക്ഷെ അതിന്റെ ഇടയിലൊന്നും ആരെന്ത് ചെയ്യുന്നില്ല, hastened the children on their way, no offered a helping hand to her. ആരും നമ്മുടെ മുത്തശ്ശിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഹെൽപ്പിംഗ്, ഒരു സഹായം എന്ത് ചെയ്തിട്ടില്ല, ആരും ഓഫർ ചെയ്യുന്നില്ല. സോ മീക്ക്, നോക്കൂ ഇവിടെ മീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ക്വൈറ്റ് ജെന്റിൽ ആൻഡ് ഈസിലി ഇമ്പോസ്ഡ്. ക്വൈറ്റ് മീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരും അവർക്കൊരു ഹെൽപ്പിംഗ്, നല്ല രീതിയിലുള്ള സഹായം അവര് എന്ത് ചെയ്തിട്ടില്ല, അവരോട് ചോദിക്കുന്നില്ല, പറയുന്നില്ല. സോ ടിമിഡ്, ടിമിഡ് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് എന്താണ്, നമ്മുടെ മുത്തശ്ശി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയമാണ്. നോക്കൂ, afraid to stay. അപ്പൊ നമ്മുടെ മുത്തശ്ശിയുടെ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. സോ മീക്ക്, സോ ടിമിഡ് ആൻഡ് afraid to stay. അപ്പൊ മുത്തശ്ശിക്ക് ഒരാളുടെ ചോദിക്കാനും പേടിയുണ്ട്, അവർക്ക് കിട്ടുന്നുമില്ല. സ്റ്റേർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നിന്ന് ആ ക്രോസിംഗ് റോഡിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങാൻ ആർക്ക് പേടിയുണ്ട്, ഷീ സ്കെയർഡ്, അവർക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അവരെ ചുറ്റുമുള്ള സ്കൂള് വിട്ട് വരുന്ന മക്കള് അവരെ ശ്രദ്ധിക്കാനോ അവരോട് ചോദിക്കാനോ ഒന്നുമില്ല അല്ലെ. അതുമല്ല നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിലോ ഒറ്റയ്ക്ക് റോഡ് മുറിച്ച് കടക്കാൻ കഴിയൂല, അവരെ കാലിന് എന്തുണ്ട്, അത്ര കപ്പാസിറ്റി, അത്ര ഉറപ്പില്ല അല്ലെ, സ്ട്രോങ് അല്ല അവർക്ക് വേറെ മെല്ലെ മെല്ലെ നടക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് എന്തുണ്ട്, ഈ കുട്ടികളുടെ ഇടയിൽ കൂടെ എന്തുണ്ട്, തിരക്കിട്ട് എളുകി നടക്കാൻ, അവിടെ നിന്ന് അനങ്ങാൻ എന്തുണ്ട്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട്. Now yes, നോക്കൂ, സെറ്റ് അല്ലേ, സെറ്റാണോ? യെസ്, സെറ്റാണോ? മനസ്സിലായോ? പാട്ട് പാടൂന്ന് ഉല്ലിങ്ക പാടിയാലോ? അമ്മേ അച്ചാവോ അതവിടെ പാടണ്ടേ? നോക്കൂ, നമ്മൾ ഇത്രയും പാടിയ സ്റ്റാൻസസ് ക്ലിയർ അല്ലേ? ഇത്രയും നേരം നമ്മളെടുത്ത വരികളൊക്കെ ക്ലിയർ അല്ലേ? ഡു ഓൾ ദീസ് ലൈൻസ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓ, ഞാൻ അങ്ങ് രണ്ടുപേരും മൂളിയപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഡാൻസിങ് ആയി. ഓക്കെ, സോ ഹാപ്പി ടു നോ ദാറ്റ്, സോ ഹാപ്പി ടു സീ ദാറ്റ്. ഓക്കെ, യെസ്. സോ നമുക്ക് അടുത്ത സ്റ്റാൻസ് തുടങ്ങിയാലോ? യെസ് എന്ന് പറയുന്നുണ്ട്, സെറ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ സെറ്റാന്ന് വെച്ചപ്പോൾ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ ഗുഡ് ഈവനിങ് സെറ്റായി തന്നെ ഞാൻ എടുക്കുകയാണ്. Okay, I'm moving to the next slide. Okay, അടുത്ത ലൈൻ മിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, lest the carriage wheels or the horses' feet should crowd down the slippery street. Lest the carriage wheels or the horses' feet should crowd down in the slippery street. അപ്പൊ അതിലെ പോകുന്ന എന്തുണ്ട്, നമ്മുടെ മറ്റുള്ള വണ്ടികളില്ലേ, അവിടെ ഒരുപാട് വേറെ വണ്ടികൾ ഒരുപക്ഷെ എന്ത് ചെയ്യാം, ഷിക്കാൻ എന്താണ്, നോക്ക് ഇവിടെ പറഞ്ഞത് should crowd down in the slippery street. അപ്പൊ ഒരുപക്ഷെ എന്താണ്, അവർ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത്
ഈ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അവിടെ ചീറി പാറിങ്ങി പോകുന്ന എന്താണ് വണ്ടികളിലെ ഈ വണ്ടികളൊക്കെ എന്ത് ചെയ്യും, ചില കുതിര വണ്ടികൾക്കൊക്കെ എന്ത് ചെയ്യും, അവരെ ഇടിച്ചിടാൻ അവർക്ക് തട്ടാൻ എന്തുണ്ട്, വളരെ ചാൻസ് ഉണ്ട്. At last came one of the merry troop, the gayest lad of all the group. At last എന്താ പറയുന്നത്, അങ്ങനെ ഓരോ ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ റോഡിന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മുടെ സ്കൂൾ മക്കളെ കുറിച്ച് പറഞ്ഞു അല്ലെ, സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരെ കുറിച്ച് പറഞ്ഞു. ഇവരാരും നമ്മളെ മുത്തശ്ശിനെ സഹായിച്ചിട്ടില്ല, അവിടെ ഉള്ള കുതിരവണ്ടിക്കാർ സഹായിച്ചിട്ടില്ല, ലഗേജ് കൊണ്ടുവന്നവർ സഹായിച്ചിട്ടില്ല, ആരും സഹായിച്ചിട്ടില്ല. അവസാനം at last came one of the merry troop, one of the merry troop. ആ കൂട്ടത്തിൽ വെച്ചിട്ടുള്ള ആ സന്തോഷിച്ചു നിൽക്കുന്ന വലിയ കൂട്ടം, വലിയ ജനക്കൂട്ടം അല്ലെ. അമേരിക്കയിലെ സിറ്റിയാണ്, ന്യൂയോർക്കാണ്. സോ വലിയ ആ സിറ്റിയിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും കുറുമ്പുള്ള, ഏറ്റവും നല്ല ഒച്ചപ്പാട് ബാളും ഇങ്ങനെ നൊടിഞ്ഞോണ്ടിരിക്കുന്ന, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദ ഗേയസ്റ്റ് ലാഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള. കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സന്തോഷിക്കുന്ന പയ്യൻ എന്ത് ചെയ്യാണ്, മൂപ്പർ എന്ത് ചെയ്യാണ്, മുന്നോട്ടേക്ക് വരാണ് അല്ലെ. അങ്ങനെ അവനാണ് വരുന്നത്. ഹി പോസ്ഡ് ബിസൈഡ് ഹർ. അങ്ങനെ മൂപ്പർ നൈസായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു പക്ഷെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആരുണ്ട്, നമ്മുടെ മുത്തശ്ശി അവിടെ നിന്നിട്ട് വടിയും പിടിച്ച് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഷി വാസ് സ്റ്റാൻഡിങ് അലോൺ. അങ്ങനെ മൂപ്പർ തൊട്ടടുത്ത് കൂടെ പോകുമ്പോൾ എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് എന്താണ് ഒരൊറ്റ നോട്ടം അല്ലേ. യെസ്, അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ ആര് വരുന്നത്, നമ്മുടെ മുത്തശ്ശിനെ അവൻ കാണുന്നത്. ഹി പോസ്ഡ് ബിസൈഡ് ഹർ ആൻഡ് വിസ്പേർഡ് ലോ. സോ അവൻ എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി അവൻ എന്ത് ചെയ്യണം, അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് ഹി വിസ്പേർഡ്, എന്നിട്ട് അവൻ എന്താ ചോദിക്കുന്നത്, ആൻഡ് വിസ്പേർഡ് ലോ. വിസ്പേർഡ് പറഞ്ഞാൽ എന്താ, വളരെ എന്താ പറയാ, ഒച്ച കുറച്ചിങ്ങനെ നമ്മൾ മന്ത്രിക്കൂല, അത് എന്താ പറയുക, നമ്മൾ സ്വകാര്യമായിട്ട് മറ്റുള്ളവർ കേൾക്കാതെ നമ്മളിങ്ങനെ മെല്ലെ പറയൂലേ. എന്താ അവൻ പറയുന്നേ, ഐ വിൽ ഹെൽപ്പ് യു ക്രോസ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, അവിടെ ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, മുത്തശ്ശിയുടെ അരികെ എന്നാണ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ. അവൻ വന്ന് നിന്നിട്ട് മുത്തശ്ശിന്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യമായിട്ട് ചെവിയിൽ എന്ത് പറഞ്ഞു, ഐ വിൽ ഹെൽപ്പ് യു അക്രോസ് ഇഫ് യു വിഷ് ടു ഗോ. നിങ്ങൾക്ക് പോകാൻ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ ഹെൽപ്പ് യു ടു ഗോ. ഹർ ഏജ് ആൻഡ് ഓൺ ഹിസ് സ്ട്രോങ് യങ് ആം ഷീ പ്ലേസ് ആൻഡ് സോ വിതൗട്ട് ഹേർട്ട് ഓർ ഹാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈൻ അല്ലേ. എനിക്ക് ഭയങ്കര ഈ പോയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ലൈനാണ് ഈ രണ്ട് ലൈൻ. ഓക്കെ, ഹർ ഏജ്ഡ് ഹാൻഡ്, അവരെ അത്രയും പ്രായമുള്ള ആ ഒരു കൈ, ഓൺ ഹിസ് സ്ട്രോങ് യങ് മാൻ, ഈ കുഞ്ഞ് ഇവന്റെ നല്ല ബലമുള്ള ആ കുഞ്ഞു മോന്റെ, ആ കുഞ്ഞു പയ്യന്റെ, ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ എന്താണ്, ഷീ പ്ലേസ്ഡ്, മുത്തശ്ശി അങ്ങനെ വെച്ചു അല്ലേ. ആൻഡ് സോ വിതൗട്ട് ഹേർട്ട് ഓർ ഹാം, അവന് വേദനിക്കാതോ മുത്തശ്ശിക്ക് വേദനിക്കാതോ രണ്ടുപേരും എന്ത് ചെയ്തു, കൈ അങ്ങനെ മുറുക്കെ പിടിച്ചു അല്ലേ. അവിടെ ട്രസ്റ്റ് ഉണ്ട്, ആ കൈ പിടിക്കുന്നതിൽ എന്തുണ്ട്, there's a trust, there's a love, ഒരു സ്നേഹം ഉണ്ട് അല്ലേ. അതുകൊണ്ടല്ല ആ വരിയിൽ അങ്ങനെ പറയുന്നേ, എന്താ പറയുന്നേ, ആ ഒരു ഏജിലായിട്ടുള്ള അത്രയും പ്രായമുള്ള ആ മുത്തശ്ശിന്റെ കൈ, അവൻ എന്താ കോൺഫിഡൻസിൽ, ആ ചെറിയ കുട്ടി കോൺഫിഡൻസ്, അത്ര ആത്മവിശ്വാസത്തോടു കൂടി അവൻ കൈ നീട്ടിയപ്പോ ആ മുത്തശ്ശിയോ അത്ര തന്നെ കോൺഫിഡൻസ് ആരുടെ മേലുണ്ട്, അവന്റെ മേൽ വിശ്വാസം ഉണ്ട്. അവരത് എന്ത് ചെയ്തു, വെച്ചു അല്ലേ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഹേർട്ട് ചെയ്യലോ വേദനയോ ഒന്നുമില്ല. Now he guided her trembling feet along, proud that his own were firm and strong. He guided her trembling feet. നമ്മുടെ മുത്തശ്ശി നടക്കുന്ന സമയത്ത് മുത്തശ്ശിന്റെ കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു, സ്ലോ ആണ് അവര്. പക്ഷേ അവന് ഇവിടെ നോക്കൂ, പ്രൗഡ് ദാറ്റ് ഹിസ് ഓൺ വർ ഫേം ആൻഡ് സ്ട്രോങ്. പക്ഷെ നമ്മുടെ ബോയ് നടക്കുന്ന സമയത്ത് അവന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, ഭയങ്കര രസമാണ് ഈ ലൈൻസ്. ഓക്കെ, അവൻ എന്താ പറയുന്നത്, മുത്തശ്ശിന്റെ കാലിന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ കൂടിയും അവന്റെ കാലം എന്താണ്, അവനറിയാം സ്ട്രോങ് ആണ്, ഫേം ആണ്, സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു ബലക്കുറവുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് അവന്റെ ബലത്തിൽ ആ സ്ത്രീ, ആ മുത്തശ്ശീനെ അവനെ അപ്പുറം കടത്തിക്കുമെന്നുള്ളത്. ദ ബോയ് വാസ് വെരി കോൺഫിഡൻറ്റ്. ആ ബോയിനെ സംബന്ധിച്ച് വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ്, അവനെ സംബന്ധിച്ച് ദ ഫസ്റ്റ് തിങ് ഇറ്റ് വാസ് ഹിസ് ഇന്റൻഷൻ ടു ഹെൽപ്പ് that old woman. Okay, ആ ബോയിനെ സംബന്ധിച്ചിട്ട് അവന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ സ്ത്രീ അപ്പുറത്തിക്കണം. ബാക്കിയൊക്കെ പിന്നെന്താണ്, പിന്നാലെ വരും. So then back again to his friends he went, his young heart happy and well content. Then back again to his friends he went. അങ്ങനെ റോഡ് മുറിച്ച് കടന്നു കഴിഞ്ഞതിന് ശേഷം he went back to his friends. അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, അവൻ പോയി. his young heart happy and well content. അവന് ഭയങ്കര സന്തോഷായില്ലേ, കാരണം അവൻ എന്താണ്, help that old woman.
She's somebody's mother. Boys, you know, for all she's old and poor and slow. എന്നിട്ട് അവർ അവരുടെ ഫ്രണ്ട്സിന് പറയാണ്, see friends, a boys, she's somebody's mother. അവർ എന്താണ്, അവർ ആരുടെ അമ്മയാണ്. And she's poor. അവരെന്താണ്, പാവം, പ്രായമായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള പാവമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. And she's slow. അവർക്ക് എന്തുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. So അവരെന്താ ഉദ്ദേശിക്കുന്നത്, so he could feel അല്ലെങ്കിൽ he could see his own mother. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോയ് അവന്റെ അമ്മയെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഓക്കെ, നൗ ആൻഡ് ഐ ഹോപ്പ് സം ഫെല്ലോ ലെൻഡ് സോറി ആൻഡ് ഐ ഹോപ്പ് എന്നിട്ട് അവൻ പറയാണ്, ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്, ആൻഡ് ഐ ഹോപ്പ് സം ഫെല്ലോ, ഏതെങ്കിലും ഇതേപോലെ ഒരു കുട്ടി, ഫെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഇതേപോലെ ഒരു കുട്ടി, ഓക്കെ, വിൽ ലെൻഡ് എ ഹാൻഡ്, തീർച്ചയായിട്ടും എന്താണ് ഇതേപോലെ സഹായിക്കും. ലെൻഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സഹായിക്കാനായിട്ട് കൈ നീട്ടാന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ മറ്റൊരു കുട്ടി തീർച്ചയായിട്ടും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും സഹായിക്കാൻ മുന്നോട്ട് വരും. ആരെ, ടു ഹെൽപ്പ് മൈ മദർ, യു അണ്ടർസ്റ്റാൻഡ്. സോ ഞാൻ ഇന്നിങ്ങനെ മറ്റൊരാളെ അമ്മയെ സഹായിക്കുന്ന സമയത്ത്, ഞാൻ മറ്റൊരു അമ്മയെ സഹായിക്കുന്ന സമയത്ത്, നാളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട്, മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത്, when my mother will be in a need, ഒരു ആവശ്യമുള്ള സമയത്ത്, somebody will be there, someone will come to help my mother. അവർ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ എന്താണ്, നമ്മൾ അടിത്തട്ട് സിമെന്റ് ഇട്ട് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും when we help someone, നാളെ നമ്മൾ ആർക്കെങ്കിലും നമുക്കൊരു ആവശ്യമുള്ള, തീർച്ചയായിട്ടും എന്താണ്, നമ്മളെ സഹായിക്കാൻ എന്തായാലും ഒരാളുണ്ടാവും എന്നുള്ളത് എല്ലാവരും എക്സ്പീരിയൻസിലുള്ളതാണ്. ഇപ്പം മിസ്സിൻ്റെതായാലും നിങ്ങളുടെതായാലും എല്ലാവരും എക്സ്പീരിയൻസിലുള്ളതാണ്. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദിസ് പോം എന്ന് ഞാൻ പറയുള്ളൂ. ഈ ഒരു 6 വരി, ഓക്കെ, ദീസ് 6 lines are my favorite lines from this poem. അല്ലേ, ശരിയല്ലേ, അല്ലേ, യെസ് അല്ലേ, മിസ് പറയുന്നത് ശരിയല്ലേ, ശരിയല്ലടാ, ശരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നമ്മള് വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ തീമാണ് നമ്മൾ പഠിച്ചു അല്ലേ. യെസ്, നെക്സ്റ്റ് നോക്കൂ. ഇഫ് എവർ സോ poor and old and grey, when her own dear boy is far away, and somebody's mother bowed low her head in her home that night and the prayer she said. അങ്ങനെ ആ അമ്മ വീട്ടിൽ, അപ്പൊ നമ്മുടെ ബോയെ കുറിച്ച് പറഞ്ഞത് എന്താ, ബോയ് ആ അമ്മ പോയ സമയത്ത് അല്ലെങ്കിൽ ആ മുത്തശ്ശി പോയ സമയത്ത് അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ നാളെ എൻ്റെ അമ്മയെ സഹായിക്കാനും മറ്റൊരാൾ ഇതേപോലെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മ വീട്ടിലെത്തി. ഓക്കെ, അവർ സഹായിച്ച ആ ഒരു അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി എന്താണ്, അവർ വീട്ടിലെത്തിയ സമയത്ത് അവരെന്താണ്, ദൈവത്തിന്റെ മുന്നിൽ തല കുനിച്ച് ബോ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ മുമ്മുട്ടിപ്പോയി പ്രാർത്ഥിക്കില്ലേ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ഷീ പ്രേയിങ്, എന്താണ് ആ അമ്മ പ്രേയർ ചെയ്യുന്നത്, എന്താണ് അമ്മ പ്രാർത്ഥിക്കുന്നത് നോക്കൂ. ഇവിടെ വാസ് ഗോഡ് ബി കൈൻഡ് ടു ദ നോബൽ ബോയ്, ആ നോബൽ ബോയോട് അത്രയും നല്ല എന്താണ് കുട്ടിയാണ് അവൻ അല്ലേ, ആ നല്ലൊരു കുട്ടിയോട്, ആ നല്ല മനസ്സുള്ള ആ കുഞ്ഞിനോട് ദൈവമേ നീ കരുണ കാണിക്കണേ. തീർച്ചയായിട്ടും നോക്കൂ, എന്ത് ഭംഗിയാലേ. അപ്പൊ എവിടെയോ ആണ്, ആരോ ആണ്, പക്ഷെ എന്തുണ്ട്, ആ അമ്മന്റെ മനസ്സിൽ എന്തുണ്ട്, ആ കുട്ടി സഹായിച്ചതുണ്ട്. ഗോഡ് ബി കൈൻഡ് ടു ദ നോബൽ ബോയ്, തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള, ആ നല്ല കുഞ്ഞു മനസ്സുള്ള, നല്ല ഹൃദയമുള്ള ആ ബോയോട് നീ കരുണ കാണിക്കണേ എന്നാണ് പറയുന്നത്. ഹു ഈസ് സംബഡീസ് സൺ, അവൻ ആരാണ്, ആരുടെയോ മകനാണ്. ആൻഡ് പ്രൈഡ് ആൻഡ് ജോയ്, ആൻഡ് ഹീസ് എ പ്രൈഡ്, അവൻ എന്താണ്, ഭയങ്കര അഭിമാനമാണ്, സന്തോഷമാണ്. ആൻഡ് ജോയ്, അവൻ എന്താണ്, ഹീസ് ഹാപ്പിനെസ്. ഓക്കെ, സോ മറ്റേതോ ഒരു അമ്മയുടെ മകനാണ് അവൻ എന്താണ്, ഹീസ് എ പ്രൈഡ്, നമുക്കൊരു പ്രൈഡാണ്, സന്തോഷമാണ്. ആൻഡ് എന്താണ്, ഹീസ് ഹാപ്പിനെസ്, ജോയ് അല്ലേ. അപ്പൊ അവന്റെ ലൈഫും എന്താണ്, അവന് എപ്പോഴും എന്താണ്, സന്തോഷ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നും എന്താണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ അമ്മ അല്ലെങ്കിൽ ആ മുത്തശ്ശി അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ, യെസ്, ഓക്കെ ആണല്ലേ, വെരി ഗുഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പോം അല്ലേ. അപ്പൊ ഇതാണ് എന്ത്, ഈ പോയത്തിൽ നമുക്ക് എന്തുള്ളത്, പോം എന്താന്ന് പഠിക്കാനുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഡിസ്കോഴ്സസും, സോറി നോട്ട് ഡിസ്കോഴ്സസ്, ഇതിന്റെ ഒരു അപ്രിസിയേഷൻ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസും അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ്. സോ ആ ഒരു പോയറ്റിക് ഡിവൈസസും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ദാറ്റ് വിൽ ബിക്കം ആസ് എന്താണ് യുവർ കണ്ടന്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും, സൂൺ
വരും നമ്മുടെ ചാനൽ. മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണണം. കാരണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ പാടാണ് സംപടീസ് മാത്രം. ഓക്കെ, അപ്പൊ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ ടു യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം മിസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ്, വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. നമ്മുടെ ക്ലാസ് നമ്മൾ എന്താണ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല പിള്ളേരായിട്ട് കിടന്നുറങ്ങുക. നാളെ സ്കൂളും ഇല്ല, സാറ്റർഡേ ആണ്, നാളെ സ്കൂളില്ല. അപ്പൊ നാളെ നിങ്ങൾക്ക് കളിക്കാനുള്ള ദിവസമാണ്. കളിയോടൊപ്പം എന്ത് ചെയ്യുക, പ്ലീസ് ലേൺ വെൽ. ഓക്കെ, സ്റ്റഡി വെൽ. കുറച്ച് സമയം കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കും വേണം. ഓക്കെ, എക്സാം ആണ് വരുന്നത്, യൂത്ത് ഫെസ്റ്റിവലൊക്കെ സമയമാണ്, സ്പോർട്സ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ നിങ്ങൾ ഫുൾ എന്തായിരിക്കും, അതിൽ അടിച്ച് പൊളിക്കായിരിക്കും എന്നൊക്കെ അറിയാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഓക്കെ, സോ we stop here, we wind up here. Thank you, thank you, thank you, thank you, thank you so much. Good night. Yes.